ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാട്ടം ഉണ്ടാക്കിയത്, പിന്നെ അതിന് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, ചട്നി, അതാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അടുത്തത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചമ്മന്തിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇനി കഴിച്ചോളും. പിന്നെ ഇനി ഉച്ചയ്ക്കത്തേക്കാണെങ്കിൽ പരിപ്പ് കറി വയ്ക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. വെറുതെ പരിപ്പ് ഉള്ളിയും മുളകൊക്കെ കുത്തി കാച്ചിട്ട് കറി ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനത് എന്തെങ്കിലും തോരൻ വയ്ക്കാൻ എന്തെങ്കിലും പച്ചക്കറി എടുത്ത് തോരനും വയ്ക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു കഷ്ണം വാഴപ്പിണ്ടി തന്നു കേട്ടോ. രാവിലെ തന്നെ അവർ വാഴ വെട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പിണ്ടി തന്നിട്ടുണ്ട്, ഉണ്ണിപ്പിണ്ടി. അപ്പോൾ അത് അരിഞ്ഞെടുത്തു കേട്ടോ. ഇതിനിടയ്ക്ക് അരിഞ്ഞെടുത്ത് ഞാൻ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപ്പ് ഞാൻ എന്തായാലും കറി വെച്ചല്ലോ. അപ്പോൾ വാഴപ്പിണ്ടി നമ്മൾ കറി വയ്ക്കുമ്പോൾ ചെറുപയർ വേവിച്ചതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. മെഴുക്ക് പുരട്ടി പോലെ അല്ലെങ്കിൽ തോരൻ പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തോരനാക്കി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. വാഴപ്പിണ്ടി മാത്രം ഇട്ടിട്ട് തോരൻ, അതും നല്ല ടേസ്റ്റി ആട്ടോ. വാഴപ്പിണ്ടി ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും ആ തോരൻ. സാധാരണ നമ്മൾ തോരൻ വയ്ക്കും പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് പച്ചമുളകും സവാളയും വേപ്പിലയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് വേവിച്ചതാണ്. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്ന് മൂടിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം അത് വെന്തതാണെങ്കിലും ഈ സവാളയും ഇതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് തേങ്ങ ഇട്ട് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി ഉപ്പേരി റെഡിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അതിൻ്റെ കൂടെ മുട്ടയും കൂടി വറുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടികളാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ കുറേ ജോലികൾ വേറെ ഉണ്ടായിട്ടോ. നമുക്ക് അലക്കാനും വലിയ വലിയ ചവിട്ടി, നമ്മുടെ നിലത്തിട്ട് ചവിട്ടണ നമ്മുടെ ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അലക്കാനൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഊണൊക്കെ കഴിച്ചതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇനി വീഡിയോ ഞാൻ ചില സമയത്ത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ വീഡിയോ തീർന്നു പോകും, ഞാൻ പറയണത് പകുതിയായി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നപ്പോൾ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കുന്നത് ചേന വെച്ചിട്ടുള്ള ഒരു വിഭവമാട്ടോ. വിഭവം എന്ന് പറയാനൊന്നുമില്ല, സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചേന വെച്ചിട്ട് അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി ആട്ടോ. പണ്ടുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ചെയ്യണവരുണ്ട്, ഇഷ്ടം പോലെ അറിയാവുന്നവരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചേനയ്ക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ചേനയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അറിയാവുന്നതെന്ന് വെച്ചാൽ ഞാനൊരു പുസ്തകങ്ങളിൽ വായിച്ച അറിവാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങുകൾ നമ്മളോട് കഴിക്കരുതെന്നാണല്ലോ മിക്ക അസുഖങ്ങൾക്കും വൈദ്യന്മാർ പറയണത്. മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് കഴിക്കരുതെന്നാണ്. പക്ഷേ അങ്ങനെ കഴിക്കരുതെന്ന് പറയണ അസുഖങ്ങൾക്ക് പോലും ഈ ചേന കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പറയണത്. അപ്പോൾ ചേന നമുക്ക് പണ്ടുള്ളവർ കനലിൽ ചുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കനലിൽ ചുട്ടോ വേവിച്ചോ നമുക്കിഷ്ടമുള്ള പോലെ കഴിക്കാം. പിന്നെ ഈ ചേനക്കറി നമ്മൾ ചേന കൊണ്ട് എന്തെങ്കിലും എരിശ്ശേരിയോ മുളകൂശിയോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ മോരും കൂടി കൂട്ടി പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ മൂലക്കുരു പോലെയുള്ള രോഗങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ മൂലക്കുരുവിന് ചേന വെച്ചിട്ട് തന്നെ ഒരു ഒറ്റമൂലി വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചേന ചെയ്യാൻ പോണത് അത് നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തി കഴുകി, ഇപ്പോൾ ഞാൻ കാണിച്ചില്ല അത്ര വലിപ്പത്തിനുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കും. ഇത് വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങയും വെളിച്ചെണ്ണയും തൂവി ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. 4 മണിയുടെ ചായയുടെ കൂടെയോ അതല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ല രാത്രി ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലാവും. ഒരു കംപ്ലീറ്റ് മീൽ തന്നെയാണ്. അപ്പോൾ അതാണ് സംഭവം. ഇനി ചേനയുടെ ബാക്കി കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ നമ്മൾ ഈ ചേന 2 തരത്തിലുള്ള ചേനയുണ്ട്. വെളുത്ത ചേനയുണ്ട്, ചുവന്ന ചേനയുണ്ട്. അപ്പോൾ അതിൽ വെളുത്ത ചേനയാണ് സാധാരണയായിട്ട് നമുക്ക് ചേന തൊലി ചെത്തുമ്പോൾ നല്ല ചൊറിച്ചിലുണ്ടാവില്ലേ. എനിക്കൊക്കെ ചേന തൊട്ടാൽ തന്നെ കൈ ചൊറിഞ്ഞ് ആകെ നാശമാവും കേട്ടോ. ഞാൻ പിന്നെ എവിടെയെങ്കിലുമൊക്കെ മാന്തി കഴിഞ്ഞാൽ ആ മാന്തണ സ്ഥലം കൂടി എനിക്ക് ചൊറിയാറുണ്ട്, അത്ര ചൊറിച്ചിലാണ്. അപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ ഉറയൊക്കെ ഇട്ടിട്ടാണ് ചേന ക്ലീനാക്കി എടുക്കാറ്.
ഇപ്പം ഞാൻ ആ ചേന വേവിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായി. ആ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളം കളയില്ല. ആ വെള്ളം ഉപ്പിട്ട ചേനയുടെ തന്നെ വെന്ത വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് വെറുതെ കുടിക്കണമെങ്കിൽ കുടിക്കാം. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപ്പ് കറി കുറച്ച് ബാക്കിയുണ്ടല്ലോ, അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ കറി ഇച്ചിരി കുറുകിയായിരിക്കണത്, അപ്പോൾ അതൊന്ന് ലൂസാവുകയും ചെയ്യും. ഇത് കളയാൻ വേണ്ടല്ലോ, അത് നമുക്ക് അത്ര ഗുണമുള്ളതല്ല, നല്ല സത്താണത്, ചേനയുടെ വെന്ത സത്താണത്, കളയണ്ട. അപ്പോൾ ഈ ചേന വെളുത്ത ചേനയാണെങ്കിൽ ചൊറിച്ചിൽ കുറവായിരിക്കും. ചുമന്ന ചേനയ്ക്കാണ് ചൊറിച്ചിൽ കൂടുതൽ. രണ്ടിലും കാൽസ്യം ഓക്സലേറ്റ് ധാരാളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 40 കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്.